എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജാനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജാനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെ ഒരു വർഷക്കാലത്തെ പൂരാടം നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എംപ്രസ് എനർജി, 3 of Pentacles, Page of Swords, 6 of Wands, Full card, Queen of Swords എനർജി കണക്ഷൻസ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ആദ്യം തന്നെ എംപ്രസ് എനർജിയാണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും ഈ ഒരു വർഷം എന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു സമയം സൂചിപ്പിക്കുന്നത്. അതേപോലെ പാരൻസ് ആയിട്ടുള്ളവർ മക്കളുടെ കാര്യങ്ങൾ വളരെയധികം കെയർ എടുക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു സപ്പോർട്ട് പാരൻസ് കുട്ടികളുടെ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് കാണിക്കുന്നു. സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതായത് ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇത് മറ്റൊരർത്ഥത്തിൽ പ്രഗ്നൻസി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആകുന്ന സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ്. പൊതുവെ നമ്മൾ പറയും സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ശക്തി, നിങ്ങളുടെ ശക്തി ബാഹ്യമായിട്ടുള്ള ഒരു കാര്യത്തിലല്ല, മനോധൈര്യം. നമ്മളിപ്പോൾ ബാഹ്യമായിട്ട് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും ശക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും മനസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ മനോധൈര്യം ഇല്ല എങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതും പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടിരിക്കുന്നവർ അതും അതായത് ആരോഗ്യം നല്ല രീതിയിൽ നോക്കുന്നു എന്നുള്ളത്. ജിമ്മിൽ പോകുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എക്സസൈസ് ചെയ്യാം. ഒത്തിരി മടി പിടിച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആകുന്നുണ്ടാവാം. ആരോഗ്യം ശ്രദ്ധിക്കുന്നു, ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. പൊതുവേ സ്വന്തം ആരോഗ്യം, സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകൾ സ്വന്തം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചു തുടങ്ങുന്നു, ആരോഗ്യം ശ്രദ്ധിക്കുന്നു. ഭക്ഷണ കാര്യങ്ങളിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ് ജീവിതത്തിൽ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യം വരുമ്പോൾ അത്രയും ശ്രദ്ധ ഉണ്ടാവില്ല. ഭക്ഷണമാണെങ്കിലും പോഷക ഗുണമുള്ള ആഹാരങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും വയറിറക്കാൻ കുറച്ചെന്തെങ്കിലും കഴിക്കുക, ചില സമയങ്ങളിൽ കഴിക്കുന്നതിനെ ഒഴിവാക്കുക, അതിനൊരു പ്രാധാന്യമില്ല എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊക്കെ മാറി നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നു എന്നുള്ളത് 3 of Pentacles എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഫിനാൻഷ്യലി ഫിറ്റ് ആവുന്ന സമയം എന്ന് പറയാം. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉള്ള സ്ഥിതി കുറച്ച് വഷളായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ ബിസിനസ് സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 3-4 വർഷം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നു, എത്ര ശ്രമിച്ചിട്ടും ജോലിയൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വയം തന്നെയുള്ള മനോധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വർഷം നന്നായിട്ടൊരു ആത്മധൈര്യവും ആത്മവിശ്വാസമൊക്കെ വരികയാണ്. സ്വയം നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾക്ക് പറ്റിയതേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയാണ്, നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, യു ആർ മേക്കിംഗ് എഫേർട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ആയിരുന്നിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക നേരത്തെ. ഇപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിയാവാം.
അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ആ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതാണ്. ബിസിനസ്, സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡ്, കൊമേഴ്സ്, കൊമേഴ്സ് മാർക്കറ്റിംഗ്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള അത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും കടമൊക്കെ ഉള്ളതായിരിക്കാം, നിങ്ങൾക്ക് തരാനുള്ളവർ ഇതുവരെ തിരിച്ച് തന്നിട്ടില്ലാത്തതായിരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്ന സിറ്റുവേഷൻ ആവാം. പിന്നെ പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, പേജ് ഓഫ് സോട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. പുതിയൊരു ലൈഫ് സ്റ്റൈലിനെ നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന് താലോലിച്ച് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ പോകുന്നു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, മത്സര പരീക്ഷകളിലൊക്കെ വിജയസാധ്യതകളുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം കുറഞ്ഞിരുന്നത് കൊണ്ട് ഇതുവരെ ശ്രമിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നു. അത് ഇതുപോലെയുള്ള പരീക്ഷകളാവാം, കോഴ്സ്, വിദേശത്ത് പോയിട്ട് പഠിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പുതിയ പരീക്ഷണങ്ങളുടെ ഒരു വർഷമാണ്. പുതിയ പരീക്ഷണങ്ങളിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ളൊരു വിൽ പവർ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി പ്രാപ്തരല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വളരെയധികം പ്രാപ്തരാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നല്ലൊരു സമയമാണ്, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാണ്. നിങ്ങൾ പക്ഷേ എടുക്കേണ്ടുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് നിങ്ങൾ എടുത്തേ പറ്റൂ. അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്നാൽ അതൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ആക്ഷൻ എടുത്താൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് കാണുന്നുണ്ട്, റെക്കഗ്നിഷൻ കാണുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, പുതിയൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ശ്രമിക്കാതിരുന്നൊരു കാര്യം ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 6 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പേരും പ്രശസ്തിയും നാലാൾ അറിയണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നു. ചില ആളുകൾ ചിലപ്പോൾ യൂട്യൂബ് അതുപോലുള്ള മേഖലയിൽ അറിയപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് മാറുമ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നതാവാം. ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ അറിയപ്പെടുന്നു, നിങ്ങളുടെ കഴിവുകൾ അറിയുന്നു, നിങ്ങൾ ആഗ്രഹിച്ച ഗിഫ്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയം, അവാർഡ്സ്, റെക്കഗ്നിഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ കരിയറിൽ നിങ്ങൾ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി മന്തോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളും, അപ്രീസിയേഷൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു, ഇതൊക്കെ സാധ്യമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഫൂൾ കാർഡാണ്. ഇപ്പോൾ ഒരു ഫൂൾ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഔട്ട് ഓഫ് സിങ്ക് എനർജിയാണ്. അപ്പം കാരണം നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, നിങ്ങൾ ഫുൾ ഫോമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പാഷൻ എന്താണ്, അതിനനുസരിച്ചിട്ടാണ്. പലപ്പോഴും ഈ ഒരു സമയത്ത് പല ആളുകളും അതങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതിലൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ചില വ്യക്തികൾ അതൊന്നും ശരിയാവില്ല, അതിലൊന്നും സക്സസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാനോ മറ്റു പോകുന്നില്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്വയം ഒത്തിരി വിശ്വാസമുണ്ട്. ഇതുപോലുള്ള നെഗറ്റീവ് ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ബന്ധുക്കളുണ്ടാവും, ചില ബന്ധങ്ങളെന്ന് പറയുന്നത് ബന്ധനങ്ങളാണ്, അങ്ങനെയുള്ള ബന്ധുക്കൾ. അപ്പോൾ ഇതിങ്ങനെയല്ല, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ ഉടനെ വന്നിട്ട് തടസ്സം പറയുന്നതോ അതുപോലുള്ള ആളുകളും അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള ആവശ്യത്തിൽ കവിഞ്ഞ അഭിപ്രായം പറയാൻ വരുന്ന ആളുകൾ അത് അവർക്ക് അതിൻ്റെ അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെയധികം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളൊരു ബോർഡർ, ഒരു വേലി കെട്ടുകയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ ആരും ഉണ്ടാവില്ല. അത് ചില ആളുകൾ പറയും ഇങ്ങനെ ആളുകളെ മാറ്റി നിർത്തിയാൽ ആരും ഉണ്ടാവില്ല അവസാന കാലത്ത് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ചില ആളുകളാണ് എങ്കിൽ അവർ ആവശ്യത്തിന് ഒരിക്കലും ഉപകരിക്കില്ല. അതുകൊണ്ട് അവർ കൂടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ആ ഒരു ചിന്ത വച്ചിട്ടാണ് അവരെ കൂടെ നിർത്തുന്നത് എങ്കിൽ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.